ഹലോ ഗൈസ് അങ്ങനെ ഇതാ നമ്മളെ വയനാട് ട്രിപ്പിന്റെ രാവിലെ മോർണിംഗ് വൈബാണ് ഇപ്പം. അതായത് ഇപ്പം രാവിലെ 11 മണി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ ഇങ്ങോട്ടേക്ക് വന്നതാ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ കോഫി ഹൗസാണ് മാനന്തവാടിയിലുള്ളത്. അപ്പം നമുക്ക് എന്താക്കാം, ഉള്ളിൽ പോയി നോക്കാം എന്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റിനുണ്ട് കേട്ടോ. മാനന്തവാടിയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിൽ എമൗണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, ഉള്ളിൽ കയറി നോക്കാം എങ്ങനെയുണ്ട് കേട്ടോ. ഇതങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഫുഡ്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല. അപ്പം നമ്മൾ എന്താക്കുന്നത്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ ഗൈസ് ഇതാ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് കോമാച്ചി പാർക്കാണ്. അപ്പൊ നമ്മൾ കോമാച്ചി പാർക്കിലേക്ക് പോയിക്കോണുണ്ട്. കോമാച്ചി പാർക്ക് അതിന്റെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. നമുക്ക് എന്താക്കാം, മേലിലേക്ക് കയറാം. കോമാച്ചിയിൽ ഇതാ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ കോമാച്ചി പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഈ മേലെ കാണുന്നതാണ് കോമാച്ചി. ബേർഡ്സ് കാണുന്നുണ്ട്, അതുപോലെ റൈഡിങ്ങിന്റെ ഇത് കാണുന്നുണ്ട്. നമുക്ക് എന്താ നോക്കാം, കമോൺ. ടിക്കറ്റ് റേറ്റ് ഇങ്ങനെ വരുന്നത്, കിഡ്സിന് 150, അഡൾട്ട് 200 ആണ് പെർ. ഈ കോമാച്ചി പാർക്കിന്റെ അകത്തുള്ളത് ഫോട്ടോഗ്രാഫി മ്യൂസിയം ഉണ്ട്, കിഡ്സ് പാർക്ക് ഉണ്ട്, അതുപോലെ ആവിയറി ഉണ്ട്, പിന്നെ കോസ്റ്റ്യൂം കോർണർ. ഇതെല്ലാം നിങ്ങളുടെ ഇല്ലാന്ന് ഈ കോമാച്ചി പാർക്ക്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യാസ് ഫസ്റ്റ് ഫോട്ടോഗ്രാഫി തീം പാർക്കാണ് ഇത് കേട്ടോ. അപ്പം ഇതാണ് കോമാച്ചി പാർക്ക്. അങ്ങനെ നമ്മൾ കോമാച്ചി പാർക്കിൻ്റെ അകത്ത് ഫസ്റ്റ് കയറാൻ പോകുന്നത് ഫോട്ടോഗ്രാഫി മ്യൂസിയം. കമാൺ. പഴയകാല ക്യാമറകളാണ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും പഴയ ക്യാമറ എന്ന് പറയുന്നത്. 125 വർഷം പഴക്കമുണ്ട് ഇതിന്. മെയ്ഡ് ഇൻ ലണ്ടൻ ആണ്. ഇത് രണ്ടും കേരളത്തിൽ തന്നെ മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. 1940 ഫീൽഡ് ക്യാമറയാണ്. സ്കൂൾ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. വാഗേശ്വരി ഫീൽഡ് ക്യാമറ എന്നാണ് പേര്. ഇത് ക്യാമറ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബോക്സിന്റെ മോഡലാണ്. ഒബ്സ്ക്യൂറ എന്നാണ് പേര്. 1921 ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ ഒരു ബോക്സ് തുടങ്ങി എങ്ങനെ സ്മാർട്ട് ഫോണിൽ എത്തി എന്നുള്ള ഫോട്ടോഗ്രാഫിയുടെ ഒരു ഹിസ്റ്ററിയാണിത്. 2007 സ്മാർട്ട് ഫോൺ വരുന്നത്. ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ക്യാമറയുടെ മോഡൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. 1826 ഉണ്ടായിരുന്ന. അപ്പൊ അങ്ങനെ ഫോട്ടോഗ്രാഫി മ്യൂസിയത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കണ്ടത്. നമുക്ക് അതിന് അടുത്ത സ്ഥലത്തേക്ക് പോട്ടോ. പാർക്കിനെ കുറിച്ചുള്ള ഒരു 7 മിനിറ്റ് ഓഡിയോ വിഷ്വലാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെയാണെങ്കിലും നോക്കാം. അങ്ങയില്ല പേടിക്കോ നീ? ഉറപ്പാ? നീയോ? അങ്ങയില്ല തന്നെ ലാസ്റ്റത്തെ? പേടിക്കോ? രാജ്യോ പേടിക്കോ? ഉറപ്പാ? 3 ആൾ കോൺഫിഡൻസാ? എന്നാലും കേട്ടുന്നേ, ഉറപ്പല്ലേ? അപ്പൊ ഇതാ 3 ആള് റൈഡിലേക്ക് കയറാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ ടവറിലേക്ക് കയറാനാ പോകുന്നത് കേട്ടോ. ഡാൻസിങ് ടവർ ഇതാ കേട്ടോ. പിടിച്ചിരുന്നാ മീനെ. ഇത്ര പോ. അമീന് പാടിയില്ലേ? അമീന പാടിയില്ല? ഒരു പാടിയില്ലേ? ആ പൂന്നി തിരിക്കുന്ന അമീൻ. അമീൻ പേടിച്ചിനാ? ലക്ഷം ഒരു പടി കൊണ്ടിട്ടേ മേലോട്ട് പോകാൻ പേടിയാണ്ടിട്ടാ? ഇനി കുറച്ചും കൂടി മേലോട്ട് പോണാ? ഏടാ, എന്നാ അടുത്ത ബിൽഡിൽ കയറാട്ടോ നമുക്ക്. അപ്പൊ ഇതാ അടുത്ത് നമ്മ പോകുന്നത് തോണിയിലേക്ക് കേട്ടാ. ഞാന്, റാസില, അമീന്, റാസി, റിയാസ് ചാട്ടാ. കമാൺ വിത്ത് ഷാനി, ക്യാമറമാൻ ഷാനി. റാസിലാക്ക് പേടിയില്ലല്ലോ? അർപ്പനാ ഇതെന്റെ കാല് നിൽക്കുന്നില്ല കേട്ടോ. ചാട് അടിമുട്ടൂലേ? ബാക്കങ്ങ് കൊണ്ടുവന്നിട്ടാ.
ബേഡ്സിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്ന കൈവാശിയാണ് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കേട്ടോ. അവന് പാടിയില്ലേ, അവന് പാടിയില്ല സത്യം. അല്ല അങ്ങോട്ട് പോകാൻ പാ, ഒത്തൂലടാ. അപ്പോൾ ഗൈസ് അങ്ങനെ കോമാച്ചിത്തെ എല്ലാ റൈഡും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞതാണ്. തിരിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ കോമാച്ചിത്തെ കഥ പറയുകയാണെങ്കിൽ കുറേ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സമ്മർ സമയത്ത് വന്നിട്ട് നമുക്ക് കഴിയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. നമ്മൾ വയനാട് മുമ്പ് വിചാരിച്ച കണക്കല്ല, തണുപ്പൊന്നും ഇല്ല കേട്ടോ. നല്ല ചൂടായ കാരണം നമുക്ക് കുറേ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വിൻ്ററിൽ വരികയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നമുക്കൊരു 4-5 മണിക്കൂറെല്ലാം നമുക്ക് നല്ല പാങ്ങിൽ എൻജോയ് ആക്കാൻ പറ്റുന്ന നല്ല ടോപ്പ് പ്ലേസ് ആയിട്ട് വിൻ്ററിൽ. സമ്മറിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഉള്ളത് വഴിയോര റെസ്റ്റോറൻറ്റ്, കൂട്ടുകറി, വറവ്, പിന്നെ ചെറുപയർ വറവ്, പിന്നെ ഇതിൽ വരുന്നത് തോരന, അവിയൽ, പിന്നെ പപ്പടം, നമ്മളെ മുളക് കൊണ്ടാട്ടം. അങ്ങനെ നമ്മൾ രണ്ടാമത് വന്നിട്ടുള്ളത് നമ്മളെ ബാണാസുര ഡാമിലേക്കാണ്. അങ്ങനെ നമ്മളെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് എൻട്രി ആയിട്ടാ. അപ്പോൾ ഇവിടുന്ന് ആ വാന് മേലിലേക്ക് കൊണ്ടുവന്നാ പറഞ്ഞത്. ബാണാസുര ഡാം ഭയങ്കര നോക്കിയാ ഏതാ വ്യൂ, നോക്കിയാ വ്യൂ നോക്കിയേ. സൂപ്പർ, അത് സൂപ്പർ ശരിക്കും. അപ്പൊ നമ്മളിനി വയനാട് നേരെ പോകുന്ന ഊട്ടിയിലേക്ക് കേട്ടോ. ഇപ്പൊ സമയം 6:54. ഇവിടുന്ന് നേരെ വിടുന്നപ്പോൾ ഊട്ടിയിലേക്കാണ്. ഓക്കെ, അപ്പോൾ സമയം നമുക്ക് കാണിക്കുന്നത് രാത്രി 11 മണിക്ക് ഊട്ടിയിലെത്തും ഷാദ്. അപ്പോൾ നമുക്ക് പോവാം. ഇതാ നമ്മൾ ചെറിയൊരു ഇടവയിലൂടെയാണ് കേട്ടോ പോകുന്നില്ല. മഡ് റോഡിലാണ് പോകുന്നത് നമുക്ക്. ഓക്കെ, നല്ല അടിപൊളി റോഡ് കേട്ടോ. ശരിക്കും അമ്മയിലെ വൈതെറ്റി വന്നതാണെങ്കിലും നല്ല റോഡ്. ഇങ്ങനത്തെ ഒരു വഴിയിലെ പ്രതീക്ഷിച്ചില്ല, പക്ഷെ വൈതെറ്റിയിലെ വന്നതാണ്. അപ്പൊ ഗൈസ് ഇതാ നമ്മ അങ്ങനെ ഊട്ടിയിലേക്ക് പോകുന്ന ബൈ. ഇതാ മാഷാ അല്ലാ, വയനാട് തന്നെ നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല ഇട്ടിയെല്ലാം മുട്ടുന്നുണ്ട്, മിന്നലെല്ലാം എറിയുന്നുണ്ട്. ഇതാ നല്ല കാറ്റുണ്ട് കേട്ടോ. റോഡിലെല്ലാം നോക്കിയാൽ ഓല മറ്റേ നമ്മളെ മരത്തിന്റെ ഇലയിൽ ഇങ്ങനെ പാറിക്കൊണ്ടിടുക. നോക്കിയാ മഴ പെയ്തോണ്ട് തുടങ്ങുന്നുണ്ടേ മഴ തുടങ്ങി. കല്ല് മഴ മഴ തുടങ്ങിയിട്ട് ഫസ്റ്റ് മഴ ഇട്ടാ നമുക്ക് വയനാട് വന്നിട്ട് മഴ കിട്ടി. നേരെ ഈ വൈബ് കൊണ്ട് നേരെ നമ്മ വിടുന്നത് ഊട്ടിക്കാണ്. നമ്മളെ കൂട്ടുകാരില്ലേ റാസില അമീന് നമ്മളെ ടീമെല്ലാം ഉണ്ട് ഇതില്. അപ്പോൾ ഇതാണ് നമ്മളെ വയനാട് യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.